എനിവേ ഞാൻ ഹാപ്പിയാണ്. ഇനി നിനക്ക് നടന്ന കാര്യം മറക്കാം. ടെസ്റ്റ് റിസൾട്ട് ഒരു ഇമെയിലായിട്ട് അയച്ചോളൂ. അമ്മയുണ്ട്. നമ്മള് എവിടെ പോയതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മള് നിന്റെ ടിക്കറ്റിന് വേണ്ടി ട്രാവൽസിൽ പോയതാന്ന് പറഞ്ഞാൽ മതി. ഡോണ്ട് വറി, നീ ധൈര്യമായിട്ടങ്ങ് ചെല്ലേ. ജി. നിങ്ങളിതെവിടെ പോയതാ? കുറെ നേരമായല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അത് ഞങ്ങൾ ടിക്കറ്റ് ഓക്കെ ആക്കാൻ വേണ്ടി ട്രാവൽസ് വരെ ഒന്ന്, പിന്നെ റോഡ് നല്ല ബ്ലോക്കായിരുന്നു. എന്തായി കാര്യങ്ങൾ? എല്ലാം ഓക്കെയാണ്. ടെസ്റ്റ് കഴിഞ്ഞ് പോസിറ്റീവ് റിപ്പോർട്ടും കിട്ടി. അതെ, അജയന് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. സെമന്റെ സാമ്പിൾ എടുത്ത് ഡോക്ടർ ലാബിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എപ്പോൾ വേണേലും നമുക്ക് ഉപയോഗിക്കാം. മതി. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾ വിസ്മയെ വിളിക്കണം. ബാക്കി പ്രോസസ് എല്ലാം അതിന്റെ മുറ പോലെ. നമ്മൾ ചെയ്യുന്നത് മൊത്തം നിയമവിരുദ്ധമാണ്. അതറിഞ്ഞ അവൻ ഇടഞ്ഞ് തടസ്സം നിൽക്കും. എപ്പോഴായാലും അവനെ ഇത് അറിയിക്കണ്ടേ? നമുക്കിതിപ്പോ തന്നെ വേണ്ട. അവനെ ഇത് അറിയിക്കണം, പക്ഷെ പെട്ടെന്ന് വേണ്ട. സരോഗസിയിലൂടെ വിസ്മയെ പ്രസവിക്കുന്ന കുഞ്ഞ് അവന്റേതാണെന്ന് സ്വയം ബോധ്യപ്പെടുമ്പോ അവന്റെ മനസ്സ് മാറും. വിസ്മയെ ഗർഭിണിയാകുന്നതുവരെ അജീത് അറിയരുത്. അതെ ചേച്ചി, അതാണ് ശരി. ഈ നടയിൽ നിന്ന് വെല്ലുവിളിച്ചിറങ്ങിപ്പോയ അളകനന്ദ ഒരു കുഞ്ഞുമായി തിരിച്ചു വരുമ്പോ അജയന്റെ സ്വന്തം കുഞ്ഞിവിടെ ഉണ്ടാവണം. അതാണ് അവളോടുള്ള നമ്മുടെ പ്രതികാരം. എല്ലാം കേൾക്കുമ്പോഴും നടക്കുന്നത് കാണുമ്പോഴും സന്തോഷമൊക്കെ തന്നെയാ. പക്ഷെ നമ്മളീ ചെയ്യുന്നതൊക്കെ നിയമവിരുദ്ധമാണെന്നും കേസായ നമ്മളൊക്കെ പെടുമെന്ന് ഓർക്കുമ്പോഴാ ഒരു... മതി, നീ പേടിക്കാതിരിക്കടി. തെറ്റിക്കുന്ന നിയമത്തിന്റെ ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് നിയമം വളച്ചൊടിക്കാൻ കഴിയുന്ന നിയമ വിദഗ്ധരുമായിട്ട് സംസാരിച്ചിട്ടാ നിങ്ങളോടൊക്കെ ഞാൻ ഇതിനെ ഇറങ്ങാൻ പറഞ്ഞത്. യെസ്. ഇതിന്റെ കൗതുകം എന്താണെന്ന് വെച്ചാ ആജി പോലും അറിയാതെയാണ് അവനൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്. അതൊന്നും സാരമില്ലെന്നേ. ഇന്ദീവരത്തിന്റെ അകത്ത് വിസ്മയെ പ്രസവിച്ച അജിയുടെ കുഞ്ഞിന്റെ കളിയും ചിരിയും ഒക്കെ ഞാൻ ഇപ്പോഴേ കേട്ടു തുടങ്ങി. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കേൾക്കാം. അതാണ് അതിന്റെ ഒരു സുഖവും. നിങ്ങൾ റെഡിയായിക്കോ. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായിട്ട് അമ്പലത്തിൽ നമുക്കൊരു സ്പെഷ്യൽ പൂജ ചെയ്യാൻ പോണം. ഈശ്വരാ, ഇതൊരു തീക്കളിയാ നടത്തുന്നത്. കൂടെ നിന്ന് രക്ഷിക്കണേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.